2023 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ISROയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനകരമായിട്ടുള്ള ഒരു വർഷം തന്നെയായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള കാരണം ചന്ദ്രയാൻ്റെ സോഫ്റ്റ് ലാൻഡിങ്ങും ആദിത്യ മിഷൻ്റെ വിജയവുമായിരുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് 2024 തുടക്കത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു വിജയമാണ് ISRO രചിച്ചിരിക്കുന്നത്. അതും സ്പേസിൽ വെച്ച് തന്നെയാണ്. ഇത്തവണ നടപ്പിലാക്കിയിരിക്കുന്നത് ഒരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം വലിയൊരു വിജയമായിട്ട് മാറിയിരിക്കുകയാണ്. ISROയ്ക്കും ഇന്ത്യക്കും മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു കണ്ടെത്തലാണ്. ഈ കണ്ടെത്തൽ സാധാരണപ്പെട്ട ജനങ്ങളിലേക്കും എത്തിച്ചേരുന്നതാണ്. അതിന് കുറച്ചധികം വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പരീക്ഷണത്തിൻ്റെ വിജയം ഇനിയൊരു തുടർക്കഥയായി മാറുകയാണെങ്കിൽ ഒരു 10-15 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നിരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കാണുന്ന വാഹനങ്ങളല്ല. പലരും ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും പറയുന്നത് കുറച്ചധികം വർഷങ്ങൾ കഴിയുമ്പോൾ നിരത്തിലൂടെ കൂടുതലായിട്ട് ഓടുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങളായിരിക്കുമെന്നാണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇലക്ട്രിസിറ്റി കൊണ്ട് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിൽ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് പോലുള്ള ചാർജിംഗ് ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ ആവശ്യമുള്ളത് ഇന്ധനം തന്നെയാണ്. പക്ഷേ അതൊരിക്കലും പെട്രോളോ ഡീസലോ ഒന്നുമല്ല. അതിൽ നിന്നൊക്കെ തന്നെയും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ്. ഹൈഡ്രജനും ഓക്സിജനും എവിടെ നിന്ന് നമുക്ക് കിട്ടും? ഹൈഡ്രജൻ എങ്ങനെ ലഭ്യമാകും? അതിനൊക്കെ വില കൂടുതലല്ലേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഹൈഡ്രജനെയും ഓക്സിജനെയും വേർപെടുത്തി എടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം ധാരാളമായിട്ട് ഇവിടെ ജലമുണ്ട്. ആ ജലത്തിൽ നിന്ന് തന്നെ ഇലക്ട്രോളിസിസ് പ്രക്രിയയിലൂടെ നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും വേർപെടുത്തി എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഹൈഡ്രജനും ഓക്സിജനും ഇന്ധനമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ ബാക്കി പത്രം അല്ലെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജലവും ചൂടും മാത്രമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുമ്പോൾ ഇവിടെ ബൈ പ്രോഡക്റ്റായിട്ടുണ്ടാകുന്നത് ജലവും ചൂടും മാത്രമാണ്. ഈ മിഷന് ഇസ്രോ വളരെ രസകരമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് നൽകിയിരിക്കുന്നത്, പോയം 3 അല്ലെങ്കിൽ കവിത 3. കവിത പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു. 2024 ജനുവരി മാസം 1-ാം തീയതി ആയിരുന്നു ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇതിൻ്റെ വിക്ഷേപണം നടപ്പിലാക്കിയത്. ഇതിനെ ബഹിരാകാശത്തേക്ക് അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റുമുള്ള ഓർബിറ്റിലേക്ക് എത്തിച്ചത് PSLV C-55 എന്ന് പറയുന്ന ഒരു ലോഞ്ചിങ് വെഹിക്കിളുമായിരുന്നു. വിക്ഷേപണം നടന്ന് അധികം വൈകാതെ തന്നെ ആ പേടകം ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും 650 കിലോമീറ്റർ അകലെയുള്ള ഒരു ഓർബിറ്റിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഒരുപാട് ഒബ്ജക്റ്റീവുകൾ ഈ ഒരു മിഷൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്നാൽ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മിഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ആ പരീക്ഷണം തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായി 100 വാട്ടിൽ പ്രവർത്തിക്കുന്ന പോളിമർ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ ഫ്യൂവൽ ബേസ്ഡ് പവർ സിസ്റ്റവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ആ പേടകത്തിൽ സ്റ്റോർ ചെയ്തു വച്ചിരിക്കുന്ന വളരെയധികം ഉയർന്ന പ്രഷറിലുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും ഉപയോഗിച്ചിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഇസ്രോയുടെ തന്നെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററാണ് ഈ ഒരു എക്യുപ്മെൻറ്റ് ഡിസൈൻ ചെയ്തത്. 180 വാട്ട്സിലുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ 180 വാട്ടിലെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായിട്ടുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ പ്രിൻസിപ്പിളാണ്. സാധാരണഗതിയിൽ നമ്മൾ പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെയല്ല. അവിടെ സംഭവിക്കുന്നത് കമ്പസ്റ്റിനാണ്. അതായത് ഈ പെട്രോളിനെയും ഡീസലിനെയും ഒക്കെ കത്തിച്ചുണ്ടാക്കുന്ന താപം, ആ താപം ഉപയോഗിച്ചിട്ടാണ് അവിടെ മെഷീൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രവർത്തിക്കുന്നത് ബാറ്ററി പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. ബാറ്ററിയിലും ഇതേ പ്രക്രിയ തന്നെയാണ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഡെഫിനിഷൻ ഉണ്ട്, എനർജിയുടെ കൺസർവേഷൻ. എനർജിയെ ആർക്കും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല, അതിനെ നശിപ്പിക്കാനും സാധിക്കുന്നതല്ല. പക്ഷേ അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് എല്ലായ്പ്പോഴും ലഭ്യമാകുന്ന വില കുറഞ്ഞിട്ടുള്ള ഒരു ഊർജ്ജത്തെ നമുക്ക് ആവശ്യമായിട്ടുള്ള എപ്പോഴും ലഭ്യമല്ലാത്ത വില കൂടിയിട്ടുള്ള ഇലക്ട്രിക്കൽ ഊർജ്ജമാക്കി മാറ്റാൻ സാധ്യമാകും. പക്ഷേ എല്ലാ ഊർജ്ജത്തെയും നമുക്ക് കൃത്യം ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ എളുപ്പത്തിലാക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ അതിന് വലിയ രീതിയിലുള്ള കോസ്റ്റ് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നതുമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ആ ഹൈഡ്രജനും ഓക്സിജനും നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളെക്കാൾ ചെലവ് കുറഞ്ഞത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് VSSC ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് ജലവും ഊർജവുമാണെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്.
പലരെങ്കിലും ഒരു രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതാണ്. ഈ ജലത്തിൽ നിന്ന് തന്നെ നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതേ ഹൈഡ്രജനെയും ഓക്സിജനെയും നമുക്ക് വീണ്ടും ഫ്യൂവലാക്കി മാറ്റി അതുപയോഗിച്ചിട്ട് വീണ്ടും തുടർച്ചയായിട്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൂടെ? അങ്ങനെ ഇൻഫൈനൈറ്റായിട്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമല്ലോ. ആദ്യം അല്പം ഹൈഡ്രജനും ഓക്സിജനും മാത്രം കൊടുത്താൽ മതി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഫ്രീ എനർജി എന്നൊരു കോൺസെപ്റ്റ് തെറ്റാവുകയാണ്. കാരണം അവിടെ താപം എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റ് കൂടി ഉണ്ടാകുന്നുണ്ട്. അതായത് ഊർജം, ആദ്യം ഉണ്ടായിരുന്ന കെമിക്കലായിട്ടുള്ള ആ ഊർജം വൈദ്യുതിയായിട്ട് മാത്രമല്ല അവിടെ ജലമായിട്ടും അതിന് പുറമേ അവിടെ താപമായിട്ടും മാറുന്നുണ്ട്. ആ താപമെന്ന് പറയുന്നത് ഒരു ലോസാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ വാട്ടറിൽ നിന്ന് വീണ്ടും ഹൈഡ്രജനെയും അതുപോലെ ഓക്സിജനെയും വേർതിരിച്ചെടുത്ത് നമുക്ക് വീണ്ടും ആ ഒരു പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കാരണം ഓരോ തവണയും താപത്തിൻ്റെ രൂപത്തിൽ അവിടെ ഊർജ്ജം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ വാട്ടർ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ നിരാശരാകേണ്ട ആവശ്യമില്ല. ഇവിടെ ജലം ധാരാളമായിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ ഈ പ്രപഞ്ചം എടുക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ തന്നെയാണ്. ഭൂമിയിൽ വളരെയധികം ഓക്സിജൻ്റെ സാന്നിധ്യവും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ ഭാവിയിൽ നമുക്ക് വലിയ അളവിലുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിനുപരിയായിട്ട് സ്പേസ് മിഷനുകൾക്ക് ഇത് വലിയൊരു സഹായമായിട്ട് മാറുന്നതാണ്. നമ്മൾ ബഹിരാകാശത്ത് മനുഷ്യരെ അയക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ മനുഷ്യരെ അയക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ഓക്സിജനും ജലവുമാണ്. ഓക്സിജൻ നമുക്ക് കൊണ്ടുപോകാം, ജലം നമുക്ക് കൊണ്ടുപോകാൻ പ്രയാസമാണ്. കാരണം ജലത്തിന് കുറേ കൂടെ ഭാരമുണ്ട്. ഓക്സിജൻ എന്ന് പറയുന്നത് വാതകമാണ്. പക്ഷേ നമ്മൾ അവിടെ ഊർജ്ജ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫ്യൂവൽ സെല്ലാണെങ്കിൽ അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ജലം ഉണ്ടാകുന്നതാണ്. അതിനുപരിയായിട്ട് ചൂടും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ചൂടിനെ മനുഷ്യന് ആവശ്യമുള്ള രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. കാരണം ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ രാത്രി കാലങ്ങളിൽ ശക്തമായിട്ടുള്ള തണുപ്പായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ചീത്തയാകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അതിനു പുറമെ മനുഷ്യരുടെ ആരോഗ്യത്തെ പോലും അത് വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ഇങ്ങനെ താപം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ താപവും നമുക്ക് ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇലോൺ മസ്കിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട് ചൊവ്വാഗ്രഹത്തിലേക്ക് മനുഷ്യനെ അയക്കുക എന്നത്. അവിടെയും നമുക്ക് ഇതേ ഫ്യൂവലുകൾ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഫ്യൂവൽ സെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെയും ആവശ്യമായിട്ടുള്ള ജലത്തെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ചൊവ്വാഗ്രഹത്തിൽ ജലം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ സ്പേസിലൂടെയുള്ള യാത്രയാണെങ്കിൽ സ്പേസിൽ ധാരാളമായിട്ട് ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജനെ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. നിലവിലത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത് സാധിക്കുന്ന കാര്യമല്ല. കാരണം സ്പേസിൽ ഹൈഡ്രജൻ ധാരാളം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഡെൻസിറ്റി വളരെയധികം കുറവാണ്. കുറേയധികം ശൂന്യതയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളെ കണ്ടെത്താൻ സാധിക്കുന്നത്. പക്ഷേ വിദൂര ഭാവിയിലെങ്കിൽ പോലും നമുക്ക് അത്തരത്തിൽ ഹൈഡ്രജനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വളരെയധികം വിദൂരതയിലുള്ള ഗ്രഹങ്ങളിലേക്ക് നമുക്ക് സ്പേസ് ക്രാഫ്റ്റുകളെ അയക്കാൻ സാധിക്കും. അവിടെ നമുക്ക് ഈ ഒരു ഫ്യൂവൽ സെൽ ഉപയോഗിച്ചാൽ മാത്രം മതി. ഇന്ത്യ ഒരു സ്പേസ് സ്റ്റേഷൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗഗൻയാൻ എന്ന് പറയുന്ന ഒരു മിഷനുണ്ട്, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന മിഷൻ. അതിന് പുറമെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം നിലവിലുള്ള 2 സ്പേസ് സ്റ്റേഷനുകളും ഇന്ത്യ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പേസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും തന്നെ നടത്താൻ ഇന്ത്യയിലെ ഗവേഷകർക്ക് സാധ്യമാകുന്നില്ല. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ട്, പക്ഷേ അത് ഇന്ത്യ ഉപയോഗിക്കുന്നില്ല. ചൈനയ്ക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്, തീർച്ചയായിട്ടും അതും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഇന്ത്യ സ്വന്തമായിട്ട് ഒരു ഭാരത് സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാരത് സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുകയാണെങ്കിൽ അവിടെയും ഊർജ്ജ സ്രോതസ്സായിട്ട് നമുക്ക് ഇതേ ഫ്യൂവൽ സെല്ല് തന്നെ ഉപയോഗിക്കാം. കാരണം സ്പേസ് സ്റ്റേഷനിൽ എല്ലായ്പ്പോഴും ഗവേഷകരുണ്ട്, മനുഷ്യരുണ്ട്. അവർക്ക് സ്പേസിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതേ ജലം തന്നെയാണ്. ആ ജലം ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിലവിലുള്ള 2 സ്പേസ് സ്റ്റേഷനുകളിലും അവിടുത്തെ ഗവേഷകരുടെ മൂത്രം അല്ലെങ്കിൽ യൂറിൻ തന്നെയാണ് പ്യൂരിഫൈ ചെയ്ത് ജലമായിട്ട് എടുത്ത് അത് കുടിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സ്കേഴ്സിറ്റി അവിടെ ഉണ്ട് ജലത്തിൻ്റെ. അതിന് വലിയൊരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് ഈ പരീക്ഷണം നമ്മളെ സഹായിക്കുന്നതാണ്. ഇന്ത്യയെ സാമ്പത്തികമായിട്ട് വലിയൊരു പുരോഗതിയിലേക്ക് എത്തിക്കാനും ഈ കണ്ടെത്തലിന് സാധിക്കുന്നതാണ്. കാരണം ഇത് പൂർണ്ണമായിട്ട് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ, ഇത് വാഹനങ്ങളിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേറ്റൻറ്റ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ്, ഇസ്രോയ്ക്ക് തന്നെയാണ്. ആ പേറ്റൻറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്.
അതിലൂടെ വലിയൊരു വരുമാനം ഇന്ത്യൻ ഗവൺമെൻറ്റിന് തന്നെ ലഭ്യമാകുന്നതാണ്. നമ്മുടെ തന്നെ ടാറ്റ മോട്ടോഴ്സിന് ഈ ഒരു ടെക്നോളജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവരുൽപ്പാദിപ്പിക്കുന്ന അവർ വിൽക്കുന്ന വാഹനങ്ങളുടെ ഒരു ഷെയർ ഈ ടാക്സിനെല്ലാം പുറമേ ആയിട്ട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സർക്കാരിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ടെക്നോളജി ഒരുപക്ഷെ ഭാവിയിൽ ടാറ്റ മോട്ടോഴ്സിന് കൂടുതൽ സ്വീകാര്യത ലഭ്യമാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിനോടൊപ്പം തന്നെ ഇന്ത്യ തന്നെ വികസിക്കുന്നതാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് നമ്മുടെ കേരള സർക്കാരിന് അത്തരത്തിലുള്ള ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിലൂടെ ഓട്ടോറിക്ഷയൊക്കെ നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടതുമാണ്. പക്ഷേ അത് അത്ര ലാഭത്തിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ, ഈ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും വലിയൊരു നേട്ടമായിട്ട് മാറുന്നതാണ്. വലിയ രീതിയിലുള്ളൊരു തൊഴിൽ സാധ്യതയും ഇവിടെ സൃഷ്ടിക്കുന്നതാണ്. ബഹിരാകാശ പഠനങ്ങൾ കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എന്താണ് ലഭ്യമാകുന്നതെന്ന് കുറേയധികം വർഷങ്ങളായിട്ട് പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചന്ദ്രയാൻ്റെ വിജയത്തിനെ തുടർന്നും ഇത്തരത്തിലുള്ള പല കമൻറ്റുകളും നമ്മുടെ ചാനൽ തന്നെ പലപ്പോഴായിട്ട് വന്നിട്ടുള്ളതുമാണ്. മനുഷ്യർക്കും പ്രയോജനമുണ്ട്, അത് പലപ്പോഴായിട്ട് ലഭ്യമായിക്കൊണ്ടിരിക്കുകയുമാണ്. അത്തരത്തിലുള്ള ഒരു പ്രയോജനം ലഭ്യമാകാൻ പോകുന്ന ഒരു വിജയം തന്നെയാണ് ഇസ്രോ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ആസ്ട്രോ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടപ്പിലാക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ID-യിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക.